H1B വിസയെ ചൊല്ലി വിവാദങ്ങൾ ഉയരുന്ന ഈ സമയത്ത് മുൻ ഇൻഫോസിസ് CFO മോഹൻദാസ് പൈ ഒരു പ്രധാന കാര്യം ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ IT കമ്പനികൾ ഈ വിസയെ അത്രയധികം ആശ്രയിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻപത്തെ അത്രയും ഈ വിസയെ അവർ ആശ്രയിക്കുന്നില്ല. പല വലിയ അമേരിക്കൻ ടെക് കമ്പനികളും ഇപ്പോൾ H1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവരിൽ മുൻപന്തിയിലുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കിന്റെയും ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാന്റിസിന്റെയും വിമർശനങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഈ വിസ ഒരു തട്ടിപ്പാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ലുട്നിക്ക് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇങ്ങനെ എഴുതി: H1B വിസ സംവിധാനം ഒരു തട്ടിപ്പാണ്. ഇത് അമേരിക്കയിലെ തൊഴിലവസരങ്ങൾ വിദേശ തൊഴിലാളികൾക്ക് നൽകുന്നു. അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കുന്നത് എല്ലാവിധ അമേരിക്കൻ ബിസിനസ്സുകളുടെയും മുൻഗണനയായിരിക്കണം. അമേരിക്കക്കാരെ നിയമിക്കാൻ ഇതാണ് ശരിയായ സമയം. എന്താണ് ഈ H1B വിസ എന്ന് ആദ്യം നോക്കാം. USCIS പറയുന്നതനുസരിച്ച് H1B വിസ എന്നത് അമേരിക്കൻ തൊഴിലുടമകൾക്ക് പ്രത്യേക വൈരുദ്ധ്യമുള്ള ജോലികൾക്കായി വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ്. ഇതിന് സാധാരണയായി ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അതിന് തുല്യമായ യോഗ്യതയോ ആവശ്യമാണ്. അതായത് നല്ല വിദ്യാഭ്യാസമുള്ളവരെ നിയമിക്കാൻ ഇത് സഹായിക്കുന്നു. 1990 ഇമിഗ്രേഷൻ ആക്ട് പ്രകാരമാണ് ഈ വിസ ആദ്യമായി അവതരിപ്പിച്ചത്. US ചേംബർ ഓഫ് കൊമേഴ്സ്, നാഷണൽ ഫോറിൻ ട്രേഡ് കൗൺസിൽ തുടങ്ങിയ ബിസിനസ് ഗ്രൂപ്പുകൾ ഇതിനായി ബാധിച്ചു. പ്രാദേശികമായ ആളുകളെ കിട്ടാനില്ലെങ്കിൽ വിദേശത്തുനിന്ന് വിദഗ്ധരായ തൊഴിലാളികളെ നിയമിക്കാൻ കഴിയണമെന്നായിരുന്നു അവരുടെ വാദം. USCIS നിന്നുള്ള പുതിയ കണക്കുകൾ അനുസരിച്ച് 2025 സാമ്പത്തിക വർഷത്തിൽ H1B വിസയ്ക്ക് ഏറ്റവും കൂടുതൽ അനുമതി നൽകിയത് ആമസോണിനാണ്. ഇന്ത്യൻ IT കമ്പനികൾ ഈ വിസയെ അത്രയധികം ആശ്രയിക്കുന്നില്ല. പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്ന് ഇന്ത്യൻ IT കമ്പനികൾ H1B വിസയെ അത്രയധികം ആശ്രയിക്കുന്നില്ലെന്ന് മോഹൻദാസ് പൈ പറയുന്നു. ഇന്ത്യൻ സേവന കമ്പനികളുടെ H1B വിസയിലുള്ള ആശ്രയം കുറഞ്ഞു. നിങ്ങൾ കണക്കുകൾ പരിശോധിക്കൂ. കഴിഞ്ഞ വർഷം H1Bക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അപേക്ഷിച്ചത് ആരാണെന്ന് നോക്കൂ. പല വലിയ അമേരിക്കൻ ടെക് കമ്പനികളുമാണ് അപേക്ഷിച്ചത്. അതുകൊണ്ട് ഇന്ത്യൻ സേവന കമ്പനികളല്ല H1Bക്ക് വേണ്ടി വരുന്നത്. പക്ഷേ H1Bയുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാണ് മോഹൻദാസ് പൈ പറയുന്നത്. അമേരിക്കൻ നിയമം അനുസരിച്ച് ഓരോ വർഷവും 65,000 പുതിയ H1B വിസകൾ നൽകാം. കൂടാതെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയവർക്ക് 20,000 വിസകൾ അധികമായി നൽകും. കഴിഞ്ഞ വർഷം ഏകദേശം 2,40,000 വിസകൾ പുതുക്കി നൽകി. സാധാരണയായി 3 വർഷം കൂടുമ്പോഴാണ് വിസ പുതുക്കുന്നത്. പുതിയ H1B വിസകൾ കൂടുതൽ അമേരിക്കൻ കമ്പനികൾക്കാണ് ലഭിക്കുന്നത്. ഇന്ത്യൻ സേവന കമ്പനികൾക്ക് കുറവാണ്. ഇന്ത്യൻ സേവന കമ്പനികളിൽ ജോലി ചെയ്യുന്നവരിൽ 50%-ലധികം ആളുകളും അമേരിക്കയിലുള്ള നാട്ടുകാരാണ്. അതുകൊണ്ട് അവർ H1B വിസയെ അത്രയധികം ആശ്രയിക്കുന്നില്ല എന്നും പൈ കൂട്ടിച്ചേർക്കുന്നു. ട്രംപ് ഭരണകൂടം വിസയിൽ പുതിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്ന സൂചനയും നൽകുന്നുണ്ട്. ലുട്നിക്ക് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത്: H1B പ്രോഗ്രാം മാറ്റുന്നതിൽ ഞാൻ പങ്കാളിയാണ്. ഞങ്ങൾ ആ പ്രോഗ്രാം മാറ്റും, കാരണം അത് വളരെ മോശമാണ് എന്നാണ്. H1B വിസ എപ്പോഴും ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ഇഷ്ട വിസയാണ്. 2015 മുതൽ എല്ലാ വിസയുടെയും 70% ഇന്ത്യക്കാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് USCIS പറയുന്നു. H1B വിസയെക്കുറിച്ചുള്ള പ്രധാന ചർച്ച ശമ്പളത്തെക്കുറിച്ചാണ്. USCIS കണക്കുകൾ കാണിക്കുന്നത് 25% അപേക്ഷകർക്കും പ്രതിവർഷം $1,00,000 മുതൽ $1,50,000 വരെയാണ് ശമ്പളം. 5% പേർക്ക് മാത്രമേ $1,50,000 കൂടുതൽ ശമ്പളമുള്ളൂ. കൂടുതൽ ഇന്ത്യക്കാർക്കും പ്രതിവർഷം $1,00,000 താഴെയാണ് ശമ്പളം. അമേരിക്കയിലെ IT ജീവനക്കാരുടെ ശരാശരി ശമ്പളം $1,50,990 ആണ്. വിദേശ തൊഴിലാളികൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ശമ്പളത്തിന്റെ അളവ് കുറയുന്നു എന്ന് ലുട്നിക്ക് വാദിച്ചു. ഒരു സാധാരണ അമേരിക്കക്കാരൻ വർഷം $75,000 നേടുമ്പോൾ ഒരു ഗ്രീൻ കാർഡ് ഉടമ നേടുന്നത് $66,000 ആണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് ഏറ്റവും താഴെയുള്ളവരെ തെരഞ്ഞെടുക്കുന്നത് പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ തൊഴിലാളികൾക്ക് മുൻഗണന നൽകുന്നതിനെതിരെ ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. EEOCയുടെ ആക്ടിംഗ് ചെയർമാൻ ആൻഡ്രിയ ലൂക്കാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: അമേരിക്കൻ തൊഴിലാളികൾക്കെതിരായ നിയമവിരുദ്ധമായ പക്ഷപാതം പല വ്യവസായങ്ങളിലും വലിയ തോതിലുള്ള പ്രശ്നമാണ്. നിയമം എല്ലാവർക്കും ബാധകമാണ്. ആരും നിയമത്തിന് അതീതരല്ല. എല്ലാ തൊഴിലാളികളെയും സംരക്ഷിക്കാൻ EEOC ഇവിടെയുണ്ട്. EEOC പറയുന്നതനുസരിച്ച് തൊഴിലുടമകൾ വിദേശ തൊഴിലാളികളെ തെരഞ്ഞെടുക്കാൻ ചില കാരണങ്ങളുണ്ട്. കുറഞ്ഞ വേതനം നൽകി ലാഭമുണ്ടാക്കാം. വിദേശ തൊഴിലാളികൾ പരാതിപ്പെടാൻ സാധ്യത കുറവാണെന്ന് കരുതുന്നു. ചില ക്ലയന്റുകൾക്ക് വിദേശ തൊഴിലാളികളെയാണ് ഇഷ്ടം. വിദേശ തൊഴിലാളികൾക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.